എമ്പുരാനിൽ രാഷ്ട്രീയവും മതവും ഒക്കെ ചർച്ചാ വിഷയമാകുമ്പോൾ ഇല്ലുമിനാറ്റി എന്ന ഒരു സംഭവവും വളരെയധികം ചർച്ചാ വിഷയമാവുകയാണ്. ശരിക്കും വലിയ നിഗൂഢമായ ഒരു വേർഡ് തന്നെയാണ് ഇല്ലുമിനാറ്റി. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ എന്ന് പറയാം. ഇല്ലുമിനാറ്റി എന്ന് പറയുന്നത് 16-ാം നൂറ്റാണ്ടിൽ നിലവിലിരുന്ന ഒരു നിഗൂഢമായിട്ടുള്ള പ്രസ്ഥാനമാണ്. ലോകത്തിലെമ്പാടും ഉണ്ട് ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾ. തനിക്ക് പെട്ടെന്ന് വെളിപാട് വന്നു എന്ന് പറയുക, അതിൻ്റെ പേരിൽ ലോകത്തിലുള്ള എല്ലാ സംഭവങ്ങളും നടക്കുന്നത് പ്രത്യേകമായിട്ടുള്ള വെളിപാട് ലഭിച്ച ആളുകൾ മാത്രമാണ് എന്ന് പറഞ്ഞ് ഓരോരുത്തരെയും അങ്ങനെ കണ്ടുപിടിക്കുക. അവരെല്ലാം ഈ കഴിവുകൾ കാണിച്ചിട്ടുള്ളത് ഇല്ലുമിനേറ്റി എന്ന് പറയുന്ന ഒരു കഴിവ് മൂലമാണ്. അവർക്ക് ദൈവത്തിൻ്റെ പ്രത്യേക വെളിപാട് ഒക്കെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസം. ഇങ്ങനെ ചില വിശ്വാസ ധാരകൾ ചിലപ്പോഴൊക്കെ ഉണ്ടാകുന്നുണ്ട്. ശാസ്ത്രീയമായിട്ടുള്ള യാതൊരു പിൻബലവുമില്ലാതെ, യുക്തിസഹമായിട്ടുള്ള അടിസ്ഥാനമൊന്നുമില്ലാതെ തന്നെ ചില പ്രസ്ഥാനങ്ങൾ ലോകത്തെപ്പോഴും ആവിർഭവിച്ചിട്ടുണ്ട്. ഓരോ മനസ്സിൻ്റെ നിഗൂഢതകളനുസരിച്ച്, അവരുടെ ഭാവനകൾ അനുസരിച്ച് കെട്ടിപ്പൊക്കിക്കൊണ്ടുവരുന്ന നിഗൂഢതകളുടെ ലോകം. ഇതിന് ഒരു ഉദാഹരണമാണ് ഇല്ലുമിനേറ്റി പ്രസ്ഥാനം എന്ന് പറയുന്നതാണ്. ഇതിനോടൊപ്പം തന്നെ വളർന്നു വന്ന ഒരു പ്രസ്ഥാനമാണ് ഫ്രീ മേസൺ സൊസൈറ്റി എന്ന് പറയുന്നത്. ഇതിന് നേരെ എതിരുള്ളൊരു പ്രസ്ഥാനമാണ്. ഇത് അന്ധവിശ്വാസങ്ങളിലൊക്കെ ആകപ്പാടെ അകപ്പെട്ട് കിടക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇല്ലുമിനേറ്റി. അതേസമയം അങ്ങനെ അന്ധവിശ്വാസമില്ല, മതങ്ങൾ പോലുമില്ല, എല്ലാവരും സഹോദരന്മാരാണ് എന്നുള്ള വെളിപാട് നടത്തിയ ഒരു പ്രസ്ഥാനമാണ് ഫ്രീ മേസൺ സൊസൈറ്റികൾ എന്ന് പറയുന്ന സൊസൈറ്റികൾ ഇപ്പോഴും ഉണ്ട്. നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെയുണ്ട് ഫ്രീ മേസൺ ക്ലബ്ബുകൾ, സൊസൈറ്റികൾ. എല്ലാവരും സഹോദരങ്ങളായിട്ട് കാണുന്ന ഒരു ആഗോള പ്രസ്ഥാനമാണത്. അപ്പോൾ ഇത് രണ്ടും ഒരേ കാലത്ത് ഉടലെടുത്ത് വന്നതാണ്. ഇല്ലുമിനേറ്റി എന്ന് പറയുന്ന അതിൻ്റെ നെഗറ്റീവായിട്ടുള്ള കാഴ്ചപ്പാടുകൾ കൊണ്ട് അതിനെ നിരോധിച്ചിരുന്നു. ബവേറിയ എന്ന് പറയുന്ന രാജ്യത്താണ് അത് ഉൽപ്പത്തി എടുത്തത്. ബവേറിയൻ സംസ്കാരത്തിൻ്റെ ഒരു ഓഫ് ഷൂട്ടായിട്ട് തന്നെ വളർന്നു വന്ന ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ അത് സമൂഹത്തിൽ തെറ്റായിട്ടുള്ള ധാരണകൾ പരത്തുന്നു എന്നതിൻ്റെ പേരിലും അന്ധവിശ്വാസങ്ങൾ പരത്തുന്നു എന്നതിൻ്റെ പേരിൽ പ്രധാനമാണ് സാത്താൻ എന്നുള്ള സങ്കല്പമൊക്കെ ഉണ്ട്. സാത്താൻ്റെ ശക്തികൾ കൊണ്ടാണ് ശരിക്കും ഇല്ലുമിനേറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ എമ്പുരാൻ സിനിമയിൽ അത് കണ്ടിട്ട് ഇങ്ങനെ ത്രികോണത്തിൽ ഒരു കണ്ണ്, നടുക്ക് ഇങ്ങനെ ഒരു കണ്ണ്, ഇതാണ് അതിൻ്റെ ആ ഒരു ചിഹ്നം, അതിൻ്റെ ഇല്ലുമിനാറ്റിയെ സൂചിപ്പിക്കുന്ന ചിഹ്നം. അതെ, ഇത് സാത്താൻ സേവകർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ ഉപയോഗിച്ചിരുന്ന, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രതീകമായിട്ടൊക്കെയാണ് ഇത് കാണുന്നത്. മാത്രമല്ല, ഈ ഒരു ലോകത്തെ നിയന്ത്രിക്കുന്നത് അന്യഗ്രഹ ജീവികളാണ്. അവര് ഈ ഒരു ലോകത്തെ നിയന്ത്രിക്കാൻ ഇവിടെ പലരെയും അവര് തെരഞ്ഞെടുത്തിട്ടുണ്ട്. അതിൽ ചിലതാണ് നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, പൃഥ്വിരാജിനെ കുറിച്ചും പൃഥ്വിരാജിനെ വരെ. ട്രംപിനോടൊപ്പം പൃഥ്വിരാജും അതിന്റെ ഒരു ഓഫ്ഷൂട്ടാണ്. ചെകുത്താന്റെ ഒരു അനുഗ്രഹമുള്ള ആളാണ് ഇലോൺ മസ്ക്. ഇവര് അതായത് ഓരോ ഇപ്പം രാഷ്ട്രീയ, അതേപോലെ സാമൂഹിക, കലാപരമായിട്ടുള്ള ഓരോ മേഖലകളിലും ഇത്തരത്തിലുള്ള ആൾക്കാരെ തെരഞ്ഞെടുത്തതിലെ കലാപരമായിട്ടുള്ള മേഖലയിൽ മലയാളിയായ പൃഥ്വിരാജിനെ വരെ തെരഞ്ഞെടുത്തു. ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെയാണ് വരുന്നത്. പക്ഷെ എമ്പുരാൻ സിനിമ ഇറങ്ങിയപ്പോൾ തന്നെ നമുക്കറിയാം, ഒരു മൊത്തം ബ്ലാക്ക് ഒക്കെ ധരിച്ച് അത് ആ സിനിമയിലുണ്ട്. ഇങ്ങനെ മറ്റേ സാത്താൻ സേവകരൊക്കെ ഇടുന്ന കാലത്ത് തല മൂടി ഇങ്ങനെയുള്ളൊരു ഇതും ഒക്കെ കാര്യങ്ങളൊക്കെ. എന്തായാലും ഇതൊക്കെ നമുക്കൊരു നിഗൂഢമായ കാര്യങ്ങളാണ്. പക്ഷെ ഇതിന്റെ കൂടുതൽ ശരിക്കും ഇതൊക്കെ ഉണ്ടോ ഇങ്ങനെയൊക്കെ? അങ്ങനെ നമ്മളിപ്പോൾ സയൻസിൻ്റെ ഒരു സയൻറ്റിഫിക് ടെമ്പറമെൻ്റാണ്, ശാസ്ത്രീയമായിട്ടുള്ള ഒരു അവബോധത്തിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രമാണല്ലോ നമ്മളിപ്പോൾ ഈ കാലത്ത് കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ ഇത് ഒരു സാങ്കത്യവുമുള്ള, അല്ലെങ്കിൽ ഇതിനൊരു യുക്തിയുമില്ല. പക്ഷേ അങ്ങനെ പറയുമ്പോൾ തന്നെ പല മതങ്ങളുടെയും പല ദർശനങ്ങളുടെയും ഒക്കെ അടിത്തറ എന്ന് പറയുന്നത് മതങ്ങളുടെ കാഴ്ചപ്പാടിൽ തന്നെ നമുക്ക് യുക്തി കണ്ടെത്താൻ പറ്റില്ല. ഉദാഹരണത്തിന്, ഒരു മതം വിശ്വസിക്കുന്നത് ഇവിടെ ആദ്യം ഉണ്ടായത് മനുഷ്യനാണ്, മനുഷ്യന് വേണ്ടി മറ്റുള്ളതൊക്കെ ഉണ്ടായി എന്നുള്ള വിശ്വാസമുള്ളത്. ഇത് ചാൾസ് ഡാർവിൻ്റെ തിയറി ഓഫ് എവല്യൂഷൻ എന്ന് പറയുന്ന, ഇന്ന് ലോകം ഏറെക്കുറെ അംഗീകരിച്ചിട്ടുള്ള പരിണാമ സിദ്ധാന്തത്തിന് യുക്തിസഹമായിട്ട് അദ്ദേഹം അത് വിശദീകരിച്ചിട്ടുള്ള ഒന്നിൻ്റെ ഘടകവിരുദ്ധമായിട്ടുള്ള ഒന്നാണ്. അതുപോലെ തന്നെ ഈ ഗോളങ്ങൾ എന്ന് പറയുന്നത് ഗോളങ്ങളല്ല എന്നുള്ള വിശ്വാസമുണ്ട്. ഭൂമി ഒരു ഗോളമാണ്, ഭൂമി കറങ്ങുന്നുണ്ട്, സൂര്യൻ കറങ്ങുന്നില്ല എന്നുള്ള ഒരു തിയറി ആവിഷ്കരിച്ചതിന് ബ്രൂണോയെ ചുട്ടുകൊന്നു. അതുപോലെ തന്നെ പ്രസിദ്ധനായിട്ടുള്ള ഒരു ഗലീലിയോ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനെ, ഭൂമിയെക്കുറിച്ചാണ് ആദ്യം ശാസ്ത്രജ്ഞന്മാർ പഠിച്ചത്, അദ്ദേഹത്തെ തടവറയിലിട്ടിരുന്നു. അങ്ങനെയുള്ള വിശ്വാസങ്ങൾക്കെതിരായിട്ട് അത് എഴുതിപ്പിടിപ്പിച്ചത്, അന്വേഷിക്കാത്ത സത്യങ്ങൾ, അവിടെ പറഞ്ഞിട്ടുള്ള സത്യങ്ങൾ ഒക്കെയാണ് പരമമായിട്ടുള്ള സത്യങ്ങൾ എന്നും
അങ്ങനെ വാളുകൊണ്ട് വെട്ടിപ്പിളർന്നതാണ് ചന്ദ്രനെ എന്നുള്ള വിശ്വാസങ്ങളുണ്ട്. അങ്ങനെ ധാരാളം വിശ്വാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ശരിക്കും അന്ധവിശ്വാസങ്ങൾ തന്നെയാണ്, യുക്തിക്കെതിരായിട്ടുള്ള വിശ്വാസങ്ങൾ തന്നെയാണ്. പക്ഷേ അത് ചോദ്യം ചെയ്യപ്പെടുന്നില്ല, അത് നിരോധിക്കുന്നുമില്ല ആരും. കാരണം മതവിശ്വാസങ്ങളെ വ്രണപ്പെടുത്തും എന്നുള്ളതുകൊണ്ട്. പിന്നെ നമ്മുടെ ജനസംഖ്യ വർദ്ധിക്കുന്നതിനും ലോകത്തിൻ്റെ പുരോഗതിക്കും ഈ ഗർഭഛിദ്രം എന്ന് പറയുന്നത് ഒരാവശ്യമാണ്. അല്ല, ഗർഭഛിദ്രം എന്നുള്ളത് പാടില്ല. പൂർണ്ണമായിട്ടും ഒരു സ്ത്രീക്ക് പ്രസവിക്കാൻ കഴിയാവുന്നതിൻ്റെ പരമാവധി കുട്ടികളുണ്ടാവണം എന്നുള്ള വിശ്വാസങ്ങൾ പുലർത്തുന്ന ചില മതങ്ങളുമുണ്ട്. അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യുക്തിക്കും നമ്മുടെ ശാസ്ത്രത്തിനും ബുദ്ധിക്കും എല്ലാം എതിരായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ അത് നിലനിൽക്കുന്നു. ഒരു ബഹുസ്വര സമൂഹത്തിൽ അതിനോട് മത്സരിക്കാൻ നമുക്ക് കഴിയില്ല. പക്ഷേ ഈ നമ്മളീ പറഞ്ഞ ഇലുമിനേറ്റ് എന്ന് പറയുന്ന ആ പ്രസ്ഥാനം ബവേറിയൻ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ബവേറിയ തന്നെ ഇല്ലാതാക്കിയത്. പക്ഷേ ഇപ്പോഴും അത് നിൽക്കുന്നുണ്ട്. അതിൻ്റെ അലയൊലികൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ഒരു ചിഹ്നം നമ്മളിപ്പോൾ കാണുന്ന ഈ സിനിമയിൽ പോലും, നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന ഈ സിനിമയിൽ പോലും കാണുന്നത്. അതായത് പൃഥ്വിരാജ് ഈ ഇല്ലുമിനാറ്റിയുടെ ഒരു നായകനാണ് എന്ന് പറയുന്നു, അനുഗ്രഹിച്ചിട്ടുള്ള വിശേഷ സിദ്ധികളുള്ള ആളാണ് എന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ തന്നെ സിനിമ ആയിട്ടുള്ള ഈ എമ്പുരാനിലും അത് വന്നിട്ടുണ്ട്. അപ്പോൾ പൃഥ്വിരാജ് തന്നെ ഒരു എമ്പുരാനാണെന്ന് പറയുന്നു. അതേസമയം തന്നെ ഈ സിനിമയ്ക്കെതിരെയുള്ള പ്രതിവാദങ്ങൾ, അതായത് നെഗറ്റീവായിട്ടുള്ള പ്രതികരണങ്ങൾ ധാരാളമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ ദിവസം ഏകസ്വരത്തിൽ എല്ലാവരും ഇതിനെ അനുകൂലിച്ച് പറഞ്ഞപ്പോൾ ഞാൻ കൃത്യമായിട്ട് പ്രവചിച്ചതുപോലെ രണ്ടാമത്തെ ദിവസം വൻതോതിലുള്ള എതിർപ്പുകൾ വലിച്ചു വരുത്തിയിരിക്കുകയാണ് ഈ സിനിമ. വളരെ ശക്തമായ ഭാഷയിൽ മോഹൻലാലിനെ അതുപോലെ പൃഥ്വിരാജിനെ ഈ സിനിമയിൽ തന്നെ ചെളിവാരിയെറിയുന്ന തരത്തിലേക്ക് വരെ ഈ സിനിമയിൽ പോയിരിക്കുന്നു. ഒരുപക്ഷെ മോഹൻലാലിൻ്റെ ഇനി ഒരു അടുത്ത ചിത്രത്തിൽ മോഹൻലാലിന് ഇതുപോലെ പ്രശസ്തി ഉണ്ടാക്കാൻ കഴിയില്ല എന്നുവരെയുള്ള പ്രവചനങ്ങളിലേക്കും അത് നീങ്ങിയിരിക്കുന്നു. എമ്പുരാൻ എന്ന് പറയുന്നത് മോഹൻലാൽ ഇതുവരെ ഒരു തമ്പുരാനായിരുന്നെങ്കിൽ അദ്ദേഹം ഇതിലൂടെ ഒരു എമ്പുരാനായി മാറിയിരിക്കുന്നു. അതിലും മോശമായിട്ടുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഉപാലംബങ്ങളൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ ധാരാളമായിട്ടുണ്ടിരിക്കുന്നു. അപ്പോൾ പൃഥ്വിരാജ് അതിനാണ് ഇതിൻ്റെ സംവിധായകൻ. പൃഥ്വിരാജ് ഈ തരത്തിലുള്ള ഒരു ഇല്ലുമിനേറ്റീവ് പവർ ഉണ്ടെങ്കിൽ അവർ ലോകം കീഴടക്കുമെന്നാണ് പറയുന്നത്. സിനിമാ ലോകം പോലും ലോകം കീഴടക്കുമെന്ന് പറയുന്ന ഈ പൃഥ്വിരാജിനെ ഈ സിനിമ ലോകം പോലും കീഴടക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത്ര കോടി മുതൽ മുടക്കിയിട്ടും അതിൻ്റെ ഒരു വാർത്ത സൃഷ്ടിക്കാനല്ലാതെ പ്രേക്ഷകരിൽ അതിൽ ഒരു ഏകശിലാരൂപമായിട്ട് മാറാൻ കഴിഞ്ഞിട്ടില്ല, ഒരു തരംഗം ഉണ്ടാക്കാനും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ ദിവസം നമ്മൾ കാണുമ്പോൾ ഇല്ലുമിനാറ്റിയിലുള്ള നമ്മുടെ വിശ്വാസം ഇല്ലാതാവാൻ ആ ചിഹ്നം കൊണ്ടും അത് രക്ഷപ്പെട്ടില്ല. ശംഖുമുദ്ര കൊണ്ട് നെഗറ്റീവ് കമൻസ് വാങ്ങിച്ച് അതുകൊണ്ട് കുറേ പേര് സന്തോഷിച്ച് കാണുന്നുണ്ട്. പക്ഷേ അവരെ ഇതിനകത്ത് വിമർശിക്കുമ്പോൾ അവർക്കും അത് ഇഷ്ടപ്പെടാതെ വരുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ വരുമ്പോൾ ആകപ്പാടെ കൂടെ ഒരു വലിയ ഉണ്ടാക്കിയ ഹൈപ്പൊക്കെ അപ്പോൾ നമ്മൾ വലിയ പ്രതീക്ഷ എന്താണെന്ന് വെച്ചാൽ പ്രശ്നം ഇതാണ്, ഇത് നല്ല സിനിമ തന്നെ ആയിരിക്കാം, പക്ഷേ നമ്മൾക്ക് ചില പ്രതീക്ഷകളുണ്ട്. ഇവരിങ്ങനെ ഇത്രയധികം പരസ്യം കൊടുത്തു, ഇൻ്റർനാഷണൽ ഹോളിവുഡ് സമ്മാനം എന്നൊക്കെയുള്ള ചടപട്ടപ്പൻ ഘടാഘടിയൻ വാക്കുകൾ കേട്ട് ഉള്ളിൽ വലിയ പ്രതീക്ഷയുമായിട്ട് ഇത് കാണാൻ പോകുന്നത്. ആ പ്രതീക്ഷയുമായിട്ട് കാണാൻ പോകുമ്പോൾ അതിനോടൊപ്പം നിൽക്കുക. ഒരു ഉദാഹരണം ഞാൻ പറയാം. പണ്ട് പെലെ നമ്മുടെ നാട്ടിൽ ഫുട്ബോൾ കളിക്കാൻ വന്നു. ഈ പെലെ എന്ന് പറയുന്നത് ഒരു അമാനുഷ്യനാണ് എന്ന് നമ്മൾ ധരിച്ചു കഴിഞ്ഞു. ഇവിടെ ഗോളുകൾ ചറപറ ഇങ്ങനെ വീഴും എന്ന് പറഞ്ഞു. എന്നിട്ട് മോഹൻ ബഗാനുമായിട്ട് കളിച്ചു. അവരുടെ ടീം മോഹൻ ബഗാനുമായിട്ട് കളിച്ച് സമനില. അവിടെ ലോകപ്രസിദ്ധരായ കളിക്കാർ ഒന്നും ഉണ്ടായിരുന്നില്ല മോഹൻ ബഗാനിൽ. അവർ സമനിലയ്ക്ക് പെലെയെ തളച്ചു നിർത്തി. നമുക്ക് നിരാശയായിപ്പോയി എന്ന് പറയുന്ന പോലെ ടെണ്ടുൽക്കറും അതുപോലെയുള്ള ആൾക്കാരുമൊക്കെ ഇങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ വിചാരിക്കും ഓക്കെ ഇതിപ്പോൾ ഭയങ്കരമായിട്ട് ഈ സ്കോർ അടിച്ച് മിന്നി തകർക്കും. അങ്ങനെ സംഭവിക്കണമെന്നില്ല. ചിലപ്പോൾ ഡക്കായി പോകാം, ചിലപ്പോൾ ആദ്യത്തെ പന്തിൽ തന്നെ പുറത്തായി റണ്ണൊന്നും എടുക്കാതെ പോകേണ്ടി വരാം. അത് കാണുമ്പോൾ നമുക്ക് വലിയൊരു നിരാശ ഉണ്ടാകുന്നത് പോലെ വലിയ പ്രതീക്ഷകളോട് നമ്മളിരുന്നത് ആൾക്കാർക്ക്. എനിക്ക് ആ പ്രതീക്ഷയില്ലായിരുന്നതുകൊണ്ട് ഇതിനെക്കുറിച്ച് നിരാശയൊന്നുമില്ല. പക്ഷേ പ്രതീക്ഷയോടുകൂടി കാണാനിരുന്നവർക്ക് ഇത് കുറച്ച് നിരാശ കൊടുത്തിട്ടുണ്ടോ? ഞാനിപ്പോഴും ഒരു ആശങ്കയിലാണ്. അങ്ങനെയാണ് കാണുന്നത്. എനിക്ക് വലിയ പ്രതീക്ഷയില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ ബഹളം വെച്ചൊന്നും കാണുന്നില്ല. ഞാൻ പോയി കാണും. ഇപ്പോഴും ഞാൻ വിചാരിക്കുന്ന ഒരു ശരാശരി സിനിമയെങ്കിലും ആയിരിക്കും. അതെങ്ങനെയാണെങ്കിൽ മലയാള സിനിമയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലൈറ്റ് ബോയ് വരെയുള്ള ആളുകളുടെ ഒരു ഉന്നമനത്തിന് വേണ്ടി അവർക്കൊരു സഹായം എന്നുള്ളതിൽ തീർച്ചയായിട്ടും ഞാൻ സിനിമ ഈ ബഹളം ഒഴിഞ്ഞ തിയേറ്ററിൽ പോയിരുന്ന കാണും.
എന്നുള്ളതാണ്. പക്ഷേ ഞാനവിടെ ഒറ്റയ്ക്കായി പോകില്ലേ എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോഴത്തെ എൻ്റെ ഒരു പ്രാർത്ഥന. ഏതായാലും ഇല്ലുമിനാറ്റി വലിയൊരു ചർച്ചാ വിഷയമാകുമ്പോഴും എമ്പുരാൻ ഇങ്ങനെ അതിനൊത്ത് ഉയരാൻ പറ്റിയിട്ടില്ലെന്നുള്ള ഒരു നമുക്ക് നമ്മൾ ഇതൊരു ചർച്ചാ വിഷയമാക്കി തന്നെ അറിയാം. സാത്താൻ സേവകരൊക്കെ നമ്മുടെ സമൂഹത്തിൽ പലയിടങ്ങളിലായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്, പല കൊലപാതകങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ചർച്ചയായിട്ട് ഇല്ലുമിനേറ്റി എന്ത് എന്നുള്ളൊരു വിഷയം. ഇല്ലുമിനേറ്റിയെ കുറിച്ച് നമുക്ക് പഠിക്കാൻ ഈ സിനിമ സഹായിച്ചു എന്നുള്ളത് ഒരു നല്ല കാര്യമാണ്. നമ്മൾ അതേസമയം ഒരിക്കലും ശ്രദ്ധിക്കാതിരുന്ന ഇല്ലുമിനാറ്റി അങ്ങനെയും ഉണ്ട്. ഇങ്ങനെ ഒരുപാട് നിഗൂഢമായിട്ടുള്ള പ്രസ്ഥാനങ്ങൾ ഒരുപാടുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ആനന്ദ എന്നുള്ള പേര് ചേർത്തുള്ള സംഘടന കൽക്കട്ടയിൽ തന്നെ ഉണ്ടായിരുന്നു. അവർ കൊലപാതകങ്ങൾ വരെ നടത്തി അവരെ നിരോധിച്ച് അവരില്ലാതായി. ഇതുപോലെ ഉണ്ട്, കുറേയേറെ പ്രസ്ഥാനങ്ങളുണ്ട്. ആത്മീയതയല്ല, ആത്മാവിൽ വിശ്വസിക്കുന്ന സംഘടനകൾ. ഇങ്ങനെ മേശപ്പുറത്ത് വട്ടം വിട്ട് കറക്കിയാൽ നമുക്ക് ആത്മാവുമായിട്ട് സംസാരിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന അന്ധവിശ്വാസങ്ങളുടെ ഒരു കൂമ്പാരം തന്നെയുണ്ട്. കാരണം ഇതെന്താ, മനുഷ്യ മനസ്സിനെ ഭ്രമിപ്പിക്കും, ഒരു ഭ്രമ ലോകം സൃഷ്ടിക്കും എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത. അങ്ങനെ തന്നെയാണ് ഇല്ലുമിനേറ്റി. അല്ലാതെ ഇതൊന്നും എനിക്ക് ബോധ്യമായിട്ടുള്ള കാര്യങ്ങളെ അല്ല. ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നു, ഇങ്ങനെയുണ്ട് ലോകം എന്ന് നമുക്ക് തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്നു എന്ന് മാത്രം.